ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനം 285 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ജീവിത ഭാരങ്ങൾ പ്രാപഞ്ചിക ലക്ഷണത്തെ പറ്റിയാണ് നാം ഈ ദിവസം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നത് ഒരു ഭാഗം ലൈംഗിക പീഡകളാണ്. ഇതിന് ഏറ്റവും പ്രധാനമായ കാര്യം ദൈവം ഭയമില്ല. ഏത് അധർമ്മവും ചെയ്യുവാൻ മനുഷ്യൻ ഇന്ന് അത്രമാത്രം അധപ്പതിച്ചു. അവന് വരാൻ പോകുന്ന ശിക്ഷാ നടപടിയെപ്പറ്റി അവൻ ചിന്തിക്കുന്നില്ല. ഇതിന്റെ ശിക്ഷ, ബാലപീഡനത്തിലുള്ള ശിക്ഷ അതിഭയങ്കരമാണ്. ലോകത്തിലെ മൃഗങ്ങളുടെ ഇടയിൽ ഇങ്ങനെ സംഭവമേ ഇല്ല. കാരണം മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ ടൈപ്പാ. പക്ഷേ മാന്യമായി വസ്ത്രം ധരിച്ച് ജീവിക്കുന്നവരുടെ അധർമ്മം പറയുവാൻ ലജ്ജിക്കുന്ന അവസ്ഥയാണ്. ഇങ്ങനെയുള്ളതായ ഈ ബാലപീഡകളെ പല രാജ്യക്കാരും ശക്തമായ ശിക്ഷയാണ്. ശിക്ഷ എന്ന് പറഞ്ഞാൽ അവ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ലോകം കാണിയേല. അതാണ് ശിക്ഷ. നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് പലതും നടക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ പല രാജ്യങ്ങളിലും പിന്നെ അവനെ കാണിയേല. ഇസ്രായേലിലാണെങ്കിൽ അവനെ പരസ്യമായി കല്ലെറിഞ്ഞു കൊല്ലും. കാരണം ഇങ്ങനെ ചിന്താഗതിയുള്ളവര് നിന്റെ അന്ത്യം ഇതാണെന്ന്. നമ്മുടെ അയൽരാജ്യമായിരിക്കുന്ന പാകിസ്ഥാൻ നോക്കൂ, ബാലപീഡകൾ അല്ലെങ്കിൽ ഞാൻ അത്രമാത്രമേ പറഞ്ഞു വരുന്നുള്ളൂ. കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നവരെ പിടിച്ച് റോഡിന്റെ ജംഗ്ഷനിൽ കൊണ്ടുവന്ന് പ്രത്യേകമായ ക്രെയിൻ കൊണ്ടുവന്നിട്ട് അതിൽ തൂക്കുകയറ് ഇട്ട് നരാധമന്മാരെന്നല്ല ഈ കുട്ടികളെ പീഡിപ്പിക്കുന്നവരെ പരസ്യമായി കെട്ടി തൂക്കി ചാകുന്നത് വരെ മാത്രമല്ല, മണിക്കൂറുകളോളം അവരവിടെ ഇടും. കാരണം അത്ര മഹാപാപമാണ്. അമേരിക്കയിലാണെങ്കിൽ ഇങ്ങനെയുള്ളവനെ പിടിച്ചാൽ പിന്നെ ആരും കാണിയേല. അവന് ഡെഡ് ബോഡി പോലും കിട്ടത്തില്ല. കുറഞ്ഞ പക്ഷം അവരുടെ വിധി എന്ന് പറയുന്നത് ഈ മഹാപാപത്തിന് 150 മുതൽ 250 വർഷം വരെ ജയിലിൽ കിടക്കാണ് വിധിക്കുന്നത്. ഏതെങ്കിലും മനുഷ്യന് 150 വയസ്സ് വരെ ജീവിക്കാൻ അത്രമാത്രം നരകിച്ചു മരിക്കണമെന്നാണ് ഇവരുടെ കോടതിയുടെ വിധി. അറബി രാജ്യങ്ങളിലാണെങ്കിൽ അവരെ പിന്നെ ഭൂമി വെച്ചുകൊണ്ടിരിക്കുക, അന്നേരം തന്നെ പിടിച്ചോണ്ട് പോകും. ഒടുവിൽ അവനെ കഴുത്തെറുത്ത് അവനെ കൊന്നുകളയും. അത്ര മഹാപാപമാണ് ഇത് പെരുകിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ വളരെ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പെൺകുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാർ സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ അതുങ്ങൾ വരുന്നത് വരെ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്ന്. കാരണം ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇത്. ഒരു അന്ധകാരത്തിന്റെ പോരാട്ടമാണ്. ഇതൊരു പൈശാചിക ശക്തിയാണ്. ഇത് മനസ്സിൽ കയറിയാൽ ഉണ്ടാകുന്ന കുഴപ്പം ഈ പിശാച് അവനെ കൊണ്ട് പോകും. ഞാന്
ഇങ്ങനെ ക്ലാസ് എടുക്കുന്നൊരു കാര്യം യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്കിലെയും പല നിലയിലും ഞാൻ ക്ലാസ് ക്രമീകരിച്ചതുകൊണ്ട് ഒത്തിരി ആളുകൾ കേൾക്കുന്നുണ്ട്. അതിനും കൂടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഈ ക്ലാസ് എടുക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 6-11 വാക്യം, എന്നാൽ ഭൂമി ദൈവത്തിന് മുമ്പാകെ വഷളായി. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇന്ന് ഭൂമിയെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. അത്രമാത്രം അതിക്രമമാണ്. ഏതെല്ലാം നിലയിലാണ് അതിക്രമം? എങ്ങനൊക്കെ മനുഷ്യനെ ഉപദ്രവിക്കാമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു. ദൈവത്തിന്റെ കോപത്തിന്റെ കരം നീട്ടാൻ തുടങ്ങി. ഭൂമിയിൽ മനുഷ്യനെ നിർമ്മിച്ചത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിച്ചത്, അല്ലാതെ പാപവും വഷളത്വവും ചെയ്യാൻ വേണ്ടിയല്ല മനുഷ്യനെ ദൈവം ശിക്ഷിച്ചിരിക്കുന്നത്. അവന് മര്യാദയ്ക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യനെ. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ സ്വന്തം ഭാര്യമാരെ കൊല്ലുന്ന കൊലപാതകന്മാരെന്ന് പറയാം, നരാധകന്മാരെന്ന് പറയാം. കൊല്ലാനുള്ള കാരണം അവൻ വേറൊരു കല്യാണം കഴിക്കണം. അതിനുവേണ്ടി വൈരാഗ്യം ഉണ്ടാകുന്നു. ഏതെങ്കിലും നിലയില് പാമ്പിനെ കൊണ്ടുവരെയും പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ കടിപ്പിച്ച് കൊന്ന കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏതെല്ലാം നിലയിൽ പിടിക്കപ്പെടാത്ത പല കാര്യങ്ങളുണ്ടെങ്കിലും എത്ര വർഷം കഴിഞ്ഞാലും പിടിക്കപ്പെടും. നീ രഹസ്യമായി ചെയ്തു പരസ്യമാക്കും തമ്പുരാൻ ഒരു ദിവസം. ഒരു കാര്യം ഓർത്തുകൊള്ളുക, ദൈവം തമ്പുരാൻ മനുഷ്യനെ ജീവൻ വെച്ചിരിക്കുന്നത് അവരിത്ര വയസ്സ് വരെ ജീവിക്കണമെന്നുണ്ട്. പക്ഷെ നീയെ വേറൊരുത്തിന് ജീവൻ എടുക്കാൻ നോക്കരുതേ. ദൈവം നിന്റെ ജീവൻ എടുത്തു കളയും. വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും. അവനവൻ അളക്കുന്ന അളവിൽ അവനവൻ അളന്നു കിട്ടും. അവനെ വിധിക്കുന്ന വിധിയിൽ അവൻ വിധിക്കപ്പെടും. ഭൂമിയിലെ ആരും അറിയാതെ, ഒരു കുഞ്ഞും അറിയാതെ എത്ര വലിയ പാപം ചെയ്തു പിടിക്കപ്പെട്ടില്ല എന്ന് വിചാരിച്ചെന്ന് പറഞ്ഞാലും ഒരു ദിവസം അവന്റെ കയ്യെ ചങ്ങല വീഴുന്നൊരു ദിവസം ഉണ്ടാകും. അത് ദൈവത്തിന്റെ പദ്ധതി അങ്ങനെയാണ്. ഞാൻ മുകളിൽ ഒന്നുകൂടെ പറയട്ടെ. നമ്മുടെ കേരളത്തില് എത്ര സെൻട്രൽ ജയിലുണ്ട്? ആ സെൻട്രൽ ജയിൽ നോക്കിക്കഴിഞ്ഞാൽ സ്വന്തം ഭാര്യമാരെ കൊന്ന കൊലപാതകന്മാരെ കാണാം. എത്ര എണ്ണം. ഉയർന്ന ജോലിക്കാരെ. ഞാൻ പട്ടിക നിരത്തുവാനായിട്ട് എൻ്റെ മുമ്പിൽ സമയമില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതം ദൈവത്തിനോട് പ്രവർത്തിക്കൂ. ലോകത്തിന് മ്ലേച്ഛമായ പാപത്തിന് വേണ്ടി പോകുവാൻ ഇടയാകരുതേ. ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചാൽ സ്വർഗം ഭൂമി വരും. ഞാനൊന്നുകൂടെ പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യജാതി എന്ന് പറയുന്നത് വളരെയധികം നിരാശയിലും മാരകമായ രോഗങ്ങളെ, സ്വസ്ഥതയില്ല, സമാധാനമില്ലാത്ത ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ യേശുവിനെ കണ്ടുമുട്ടിയാൽ ഇതിനെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. ഒരുപക്ഷെ താങ്കൾ ഒരു വലിയ കടഭാരത്തിന്റെ അവസ്ഥയായിരിക്കാം. ആത്മഹത്യയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നതിനായിരിക്കാം. ആത്മഹത്യ ഒന്നിന്റെയും പരിഹാരമല്ല, അത് മഹാപാപമാണ്. ബൈബിൾ വിളിച്ചു പറയുന്നു, നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, ആ മന്ദിരത്തെ നശിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മഹാപാപത്തിൽ നിന്നും മാനവജാതി എല്ലാവരുമല്ല, ഈ പാപം ചെയ്യുന്നവരെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയും ജീവിതത്തിലെ ഒന്നുകൂടെ മടങ്ങി വരുവാൻ, പാപത്തെ എന്നേക്കും വിടാൻ വേണ്ടിയാണ് ഞാൻ ഈ ചെറിയ സന്ദേശ ലോകത്തോട് അറിയിക്കുന്നത്. നമ്മുടെ കർത്താവ് യേശു വരാറായി, കാഹളം കേൾക്കാറായി, പോകാറായി. അതിനു മുമ്പ് ഭാരതത്തിൽ ഉണർവുണ്ടാകും. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.